ഉദാരവൽക്കരണത്തിൻ്റെ ഉപജ്ഞാതാവ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം, ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി എന്ന് തുടങ്ങി ഒരുപാട് വിശേഷണങ്ങൾ ഡോക്ടർ സിംഗിന് യോജിച്ചതായി നിൽക്കുന്നുണ്ട്. അപ്പോഴും ഡോക്ടർ സിംഗ് ഒരുപക്ഷെ ചരിത്രത്തിൽ സ്മരിക്കപ്പെടുക ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് ഭദ്രത നൽകിയ, പുതിയ ദിശാമാറ്റം നൽകിയ നയരൂപീകരണത്തിന് വഴിയൊരുക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലായിരിക്കും ഡോക്ടർ സിംഗ് അനുസ്മരിക്കപ്പെടാൻ പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ദുർഘടമായ ഒരു ഘട്ടത്തിൽ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കനത്ത വെല്ലുവിളികൾ നേരിട്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു ഉദാരവൽക്കരണ നയ രൂപീകരണത്തിന് തയ്യാറെടുത്തു. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി, അദ്ദേഹം ഏത് പ്രസ്ഥാനത്തെയാണോ പ്രതിനിധീകരിച്ചിരുന്നത് ആ പ്രസ്ഥാനം തന്നെ അവരുടെ സാമ്പത്തിക നയങ്ങളിൽ നിന്നു വ്യത്യാസപ്പെട്ട, അതിൽ നിന്ന് തീർത്തും വിഭിന്നമായ ഒരു നയം അവതരിപ്പിച്ച ഡോക്ടർ സിംഗിനെ അവരിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകിയത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു ആണ്. ഒരുപക്ഷെ ഒരു അക്കാഡമീഷ്യനായിരുന്ന, തീർത്തും ഒരു സാമ്പത്തിക രംഗത്ത് ഒരു പ്രൊഫഷണലായി വളരെ സൗമ്യമായും വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും തൊഴിലെടുത്ത് വന്നിരുന്ന ഡോക്ടർ സിംഗിനെ രാഷ്ട്രീയത്തിലേക്ക് അവതരിപ്പിച്ചതും രാഷ്ട്രീയത്തിലേക്ക് പരിചയപ്പെടുത്തിയതും ആനയിച്ചു കൊണ്ടുവരുന്നതും മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധികളെ, വെല്ലുവിളികളെ മറികടക്കാനുള്ള പുതിയ വഴികൾ കണ്ടെത്താനുള്ള ഉത്തരവാദിത്വവും ദൗത്യവും ഡോക്ടർ മൻമോഹൻ സിംഗിനെ നരസിംഹറാവു ഏൽപ്പിക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുത്ത ഡോക്ടർ സിംഗ് ഒരു നവ സാമ്പത്തിക ഉദാരവൽക്കരണ നയമാണ് ഇനി രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ന ആശയം അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യ ഇനി ഉണർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു, ഇപ്പോൾ ഇന്ത്യ ഉണർന്നിരിക്കുന്നു, നമ്മൾ ജയിക്കും, നമ്മൾ ഈ സാഹചര്യത്തെ മറികടക്കും എന്നായിരുന്നു ധനമന്ത്രി എന്ന നിലയിൽ 91 ആദ്യ ബജറ്റ്, കന്നി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഡോക്ടർ സിംഗ് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം. അത് യഥാർത്ഥത്തിൽ പിന്നീട് ഇന്ത്യയുടെ ഭാവി പരിശോധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇക്കഴിഞ്ഞ കാലങ്ങൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലുള്ള അദ്ദേഹം കൊണ്ടുവന്ന നയംമാറ്റം, അദ്ദേഹം അവതരിപ്പിച്ച ഉദാരവൽക്കരണ നയ സമീപനങ്ങൾ പിന്നീട് രാജ്യത്തിന് ഗുണം ചെയ്തു എന്നാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടർ സിംഗ് പറഞ്ഞത്, ചരിത്രം എന്നോട് കരുണ കാണിക്കും. അദ്ദേഹം വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, വലിയ വിമർശനങ്ങൾ ഡോക്ടർ സിംഗിന് ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ചരിത്രം എന്നോട് കരുണ കാണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അന്വർത്ഥമായിരിക്കുന്നു. നേരത്തെ വിജയകുമാർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വിപ്ലവകരമായ നിയമനിർമ്മാണം നടത്തി എന്നതാണ് ഡോക്ടർ സിംഗിൻ്റെ ഭരണ തലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമായി നമുക്ക് എണ്ണി പറയാൻ കഴിയുക. വിപ്ലവകരമായ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണരംഗത്തെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിൽ സുതാര്യമായിരിക്കണം എന്ന ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതും ജനാധിപത്യപരവുമായ കാഴ്ചപ്പാടിൽ നിന്നാണ് വിവരാവകാശ നിയമം എന്ന ആശയത്തെ ഡോക്ടർ സിംഗ് അവതരിപ്പിക്കുന്നത്. 2004 മെയ് 22 ഇന്ത്യ UPA സർക്കാരിലെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വരുന്നത്. അങ്ങനെ ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമനിർമ്മാണം, വിവരാവകാശ നിയമം 2005 ജൂൺ 15 പാർലമെൻറ്റ് പാസ്സാക്കുന്നു. വിവരാവകാശ നിയമപ്രകാരം ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു ശരാശരി പൗരന് കണ്ടു മനസ്സിലാക്കാൻ, അറിയാനുള്ള അവകാശമുണ്ട് എന്ന അടിസ്ഥാന ജനാധിപത്യ മൂല്യബോധത്തിൽ നിന്നാണ് ഡോക്ടർ സിംഗിൻ്റെ ഭരണകാലത്ത് വിവരാവകാശ നിയമം പാസ്സാക്കപ്പെടുന്നത്. രണ്ടാമതൊന്നാണ്, ഈ രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ ആളുകളുടെ, അവർക്ക് ഏറ്റവും കുറഞ്ഞത് ഇത്ര ദിവസമെങ്കിലും, 100 ദിവസമെങ്കിലും അവർക്ക് തൊഴിൽ ഉറപ്പാക്കാനുള്ള ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന മറ്റൊരു വിപ്ലവകരമായ തീരുമാനത്തിലേക്ക്, നിയമനിർമ്മാണത്തിലേക്ക് ഡോക്ടർ സിംഗിൻ്റെ ഭരണകാലത്ത് കടക്കുന്നത്. അതും ആ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ്. മൂന്നാമതൊന്ന് നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ഇങ്ങനെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരിൽ അധസ്ഥിതരായി നിൽക്കുന്നവർ, അരികുവൽക്കരിക്കപ്പെട്ടവരുടെയൊക്കെ ഉന്നമനവും പുരോഗമനവും അവരുടെ ക്ഷേമവും ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ കഴിഞ്ഞ ഭരണാധികാരി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ് എന്ന് നമുക്ക് പറയാം. പലതരത്തിലുള്ള വിമർശനങ്ങൾ ഡോക്ടർ സിംഗ് നേരിട്ടിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഭരണശൈലിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളുമായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഒരു ഘട്ടത്തിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനപരതയിൽ വിശ്വസിച്ചിരുന്നില്ല. വളരെ നിശബ്ദമായി, വളരെ സൗമ്യമായി
തൻ്റെ കർത്തവ്യങ്ങളിൽ മുഴുകുകയും ഏറ്റവും അത്യധ്വാനം ചെയ്തുകൊണ്ട് ഡോക്ടർ സിംഗ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രവർത്തന ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അനാർഭാടപരമായ ജീവിതമായിരുന്നു ഡോക്ടർ സിംഗിൻ്റേത്. ലാളിത്യം അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. പലപ്പോഴും അദ്ദേഹം നേരിട്ട വിമർശനം, അദ്ദേഹം ഒരു മൗനീഭാവയെ പോലെ നിൽക്കുന്നു, ഒരു പാവ പ്രധാനമന്ത്രിയായി നിൽക്കുന്നു, അദ്ദേഹം മാധ്യമങ്ങളോട് വാചാലനായിരുന്നില്ല, അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഷോ ബിസിനസിൻ്റെ ഭാഗമായിരുന്നില്ല, അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനപരതയിൽ ഡോക്ടർ സിംഗ് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അപ്പോഴും രാജ്യത്തിൻ്റെ ഭാവിക്ക് ആവശ്യമായ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ, ദീർഘവീക്ഷണത്തോടുകൂടി നയരൂപീകരണത്തിൽ പങ്കാളിയാകാൻ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ, അത് നടപ്പാക്കാൻ ആ സ്ഥൈര്യം, ആ സ്ഥിരത ഡോക്ടർ സിംഗ് പ്രകടിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ സിംഗ് തന്നെ അദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ ചരിത്രം അദ്ദേഹത്തോട് കരുണ കാണിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തോട് വിട പറഞ്ഞ് മുൻ പ്രധാനമന്ത്രി പോകുന്നത് 92-ാം വയസ്സിലാണ്. അദ്ദേഹം 2024 ഫെബ്രുവരിയിലാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. ഏതാണ്ട് 33 വർഷക്കാലം അദ്ദേഹം പാർലമെൻറ്റിൽ അദ്ദേഹം പ്രതിനിധിയായി ഉണ്ടായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് ഒരുപക്ഷെ താഴേക്കടിയിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തനമല്ല ഡോക്ടർ സിംഗിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഉന്നതമായ നിലയിൽ അദ്ദേഹം അതിൻ്റെ ബൗദ്ധികമായ രീതിയിലുള്ള ഇടപെടലുകളായിരുന്നു ഡോക്ടർ സിംഗ് നടത്തിയത്. അതൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ രാജ്യത്തിന് ദിശാബോധം നൽകുന്ന നയങ്ങൾ രൂപീകരിക്കാൻ ഡോക്ടർ സിംഗിൻ്റെ ബുദ്ധിയും വൈഭവവും പ്രയോജനം ചെയ്തു രാജ്യത്തിന് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. ഡോക്ടർ സിംഗിൻ്റെ വിയോഗം ആ അർത്ഥത്തിൽ വലിയ നഷ്ടമാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്നും അത് രാജ്യം എക്കാലവും സ്മരിക്കുമെന്നും നമുക്ക് അടിവരയിട്ട് പറയാം. വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. എയിംസ് ആശുപത്രിയിൽ ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജനുണ്ട്. അല്പസമയത്തിനകം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ ജൻപത്ത് 3-ലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായിരിക്കും മൃതശരീരം കൊണ്ടുപോവുക. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, രാജ്യത്തെ പ്രമുഖ വിവിധ കക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ഡോക്ടർ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഡൽഹിയിൽ ആശുപത്രിയിലും വീടുകളിലേക്കുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞങ്ങളുടെ പ്രതിനിധികൾ പൂർണ്ണമായ റിപ്പോർട്ടുകളുമായി തയ്യാറാണ് ഡൽഹിയിൽ നിന്ന്. വളരെ ചെറിയൊരു ഇടവേള എടുത്ത ശേഷം നമുക്ക് തിരികെ വരാം.